പ്രിയപ്പെട്ട കൂട്ടുകാരെ, 2 ദിവസമായിട്ട് വീഡിയോ സമയത്തിടാൻ പറ്റുന്നില്ല. ചില ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം ഹോസ്പിറ്റലൈസ് ആയിരുന്നു. ഇന്നും നല്ല ഇതുണ്ടായിട്ടല്ല, എങ്കിലും വീഡിയോ മുടങ്ങാതെ ഇടണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ വീഡിയോയ്ക്ക് വ്യൂസും ഇല്ല, ആരും കാണുന്നില്ല, സബ്സ്ക്രൈബേഴ്സ് ഇല്ല. എന്ത് പറ്റിയെന്നറിയില്ല. കൂട്ടുകാരെല്ലാം ഒന്ന് വീഡിയോ ഒന്ന് കണ്ട്, ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ട് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ. അപ്പോൾ ലതാസ് എഡ്യു വേൾഡിൻ്റെ പുതിയ മലയാളം ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. 5ാം ക്ലാസ്സിലെ മരങ്ങളുടെ ഭാഷ എന്ന പാഠഭാഗത്തിന് കുറച്ച് ഭാഗങ്ങളും പിന്നെ അതിൻ്റെ പഠന പ്രവർത്തനമാണ് ഇനി ഉള്ളത്. അതാണ് നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ എൻ്റെ ആവശ്യം കഴിഞ്ഞ് ബാക്കിയുള്ളത് താഴേക്ക് തരാം എന്നൊരു കാര്യത്തെക്കുറിച്ചായിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ അവിടെ മറ്റൊരു സന്ദേശം അല്ലെങ്കിൽ ഒരു പ്രധാന കാര്യമുണ്ട്. അതെന്താണെന്ന് പറയാം. അവിടെയാണ് കഴിഞ്ഞ വീഡിയോ നിർത്തിയത്. അപ്പോൾ അതെന്താ കാര്യം നമുക്കൊന്ന് നോക്കണം. ഞാൻ പറഞ്ഞില്ലേ, അവിടെ മറ്റൊരു അർത്ഥം കൂടി അതിനുണ്ട്. എന്താണ്? എൻ്റെ ആവശ്യം കഴിച്ച് ബാക്കിയുള്ള കാറ്റും വെളിച്ചവും താഴേക്ക് തരാം. അപ്പോൾ ആവശ്യമുള്ളത് മാത്രമേ ഞാൻ എടുക്കൂ. അവിടെ ഒരു സന്ദേശമുണ്ട്. എന്താണ്? പണ്ട് അങ്ങനെയായിരുന്നു. നമ്മുടെ കൃഷികൾ ഇതുമായി ബന്ധപ്പെട്ട കാര്യമാണോ എന്നറിയില്ല. ഞാനൊരു ഫാക്റ്റ് പറയുകയാണ്. നമ്മൾ പണ്ടുള്ള കൃഷി നമ്മൾ ആവശ്യത്തിന് മാത്രമേ എടുക്കാറുള്ളായിരുന്നു. ഇപ്പം അന്ന് എല്ലാവരും കൃഷി ചെയ്യുന്നവരായിരുന്നു. ഒന്നും കടയിൽ നിന്ന് വാങ്ങിക്കാനും അതിനുള്ള സൗകര്യമില്ലായിരുന്നു. ആരും അങ്ങനെ ചെയ്യാറുമില്ലായിരുന്നു. എല്ലാ വീടുകളിലും നമുക്ക് ആഹാര സാധനങ്ങൾക്ക് വേണ്ട എല്ലാ സസ്യങ്ങളും അല്ലെങ്കിൽ എല്ലാ നെല്ലും തുടങ്ങിയ പച്ചക്കറികളെല്ലാം നമ്മൾ കൃഷി ചെയ്തുണ്ടാക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ അന്ന് അതിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത്, ഒരു പാട്ട് നിങ്ങൾ കേട്ടിട്ട് കളപ്പുരകൾ കെട്ടുന്നില്ല, അത് കിളികളുടെ കാര്യം എന്നാൽ പോലും മനുഷ്യരെന്ത് ചെയ്യുന്നു? ആവശ്യത്തിന് മാത്രമേ എടുക്കാറുള്ളായിരുന്നു എല്ലാവരും. ബാക്കി ആ വയലിൽ തന്നെ ആ ഭൂമിക്ക് മണ്ണിന് തന്നെ കൊടുക്കുമായിരുന്നു. അത് അവിടെ തന്നെ കിടന്ന് ഒരു പക്ഷേ വളമാകും, അല്ലെങ്കിൽ വീണ്ടും അത് മുളച്ചു വരുമൊക്കെ ആയിരുന്നു. പിന്നെ നമുക്ക് ഒരു സാധനം ഇല്ല, വേറൊന്നും വേണമെങ്കിൽ ബാർട്ടർ സമ്പ്രദായമൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. സാധനങ്ങൾ കൊടുത്ത് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങുക. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന ഒരു നാടാണ് നമ്മുടേത്. ഇപ്പം അതൊന്നും അല്ല. എത്രമാത്രം നമ്മൾ കളക്ട് ചെയ്ത് ആർക്കും കൊടുക്കാതെ വെക്കാമോ, അങ്ങനെ ഒരു ഇടുങ്ങിയ ചിന്താഗതി ആയിപ്പോയി നമ്മളെല്ലാം അടങ്ങുന്ന ഈ സമൂഹത്തിന്, അല്ലേ? അപ്പോൾ ഇവിടെ അങ്ങനെയൊക്കെ ഒരു സന്ദേശമുണ്ട്. എന്താ പറഞ്ഞത്? എനിക്ക് ആവശ്യമുള്ളത് മാത്രമേ എടുത്തിട്ട് ബാക്കി നിനക്ക് തരാം. ഒരു സഹായ മനസ്കത ഇന്ന് കാണാത്ത ഒരു കാര്യം. പിന്നെ മറ്റൊന്നെന്ന് പറയുന്നത്, ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങൾക്കും ഭൂമി സ്വന്തമാണ്, പ്രകൃതി സ്വന്തമാണ്. ഇവിടെ മനുഷ്യരെ പോലെ തന്നെ എല്ലാത്തിനും അവകാശികളാണ് സസ്യങ്ങളും ജന്തുക്കളും എല്ലാം, അല്ലേ? എൻ്റേത് മാത്രം എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ ഒരു സന്ദേശം കൂടി ഈ പാഠത്തിൽ വരുന്നുണ്ട്, അല്ലേ? എല്ലാ സസ്യങ്ങളും പരസ്പര പൂരകങ്ങളാണ്. അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ച് തന്നെ ജീവിക്കുന്നു. എന്നാൽ മനുഷ്യരും അങ്ങനെയാണോ? അല്ല. ഞാൻ മാത്രം മതി, എനിക്ക് ശേഷം പ്രളയം എന്നുള്ള അഭിപ്രായമുള്ളവരും ഉണ്ട്. എല്ലാവരും അങ്ങനെയാണെന്നല്ല. അപ്പോൾ എന്തായാലും ഈ പാഠം വായിച്ചിട്ട് മരങ്ങളുടെ ഭാഷ എന്ന തലക്കെട്ടിലൂടെ കൊടുത്ത ഈ പാഠഭാഗത്തു നിന്ന് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനും പഠിക്കാനും ഉണ്ട്. മരങ്ങളും സസ്യങ്ങളും, അത് നിർദ്ദയം മരങ്ങളെയും സസ്യങ്ങളെയും നശിപ്പിക്കാതിരിക്കൂ, അവയ്ക്ക് ജീവനുണ്ട്. പണ്ടൊരു കഥ ഞാൻ കേട്ടിട്ടുണ്ട്. ഒരു വീട്ടിലെ ഗൃഹനാഥൻ എപ്പോഴും ഭക്ഷണം കഴിക്കുമ്പോൾ അദ്ദേഹം നട്ട ഒരു മരത്തിൻ്റെ ചുവട്ടിൽ ഒരു ഉരുള ചോറും അതിനുള്ള വെള്ളവും കൊടുക്കുമായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. എനിക്ക് അതിൻ്റെ ബാക്കി എന്താ പറയേണ്ടത് മറന്നുപോയി. എന്താണെന്ന് അത്രയൊക്കെ എൻ്റെ മനസ്സിൽ ഓർമ്മയുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പം പ്രകൃതിയിലെ സസ്യങ്ങളും നമ്മളുടേതാണ്. നമ്മൾ അവർക്കും എന്നൊരു ബന്ധം കൂടിയുണ്ട്. അപ്പം മരങ്ങളെ വെട്ടി നശിപ്പിക്കാതിരിക്കുക. അത് നമ്മുടെ ഭൂമിയെ തന്നെ, മരങ്ങളില്ലെങ്കിൽ ഭൂമി തന്നെ നശിച്ചു. അപ്പോൾ എല്ലാവരും ഈ ഒരു കാര്യം കൂടി ഓർത്തിരിക്കുക. അടുത്തതായി ഈ പാഠത്തിലെ പഠന പ്രവർത്തനങ്ങളാണ്. അത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ അരവിന്ദാക്ഷൻ എഴുതിയ പ്രകൃതി ഒരു സ്നേഹിത എന്ന പാഠഭാഗമായിരുന്നു നമ്മൾ ഇത്രയും ദിവസം നോക്കിക്കൊണ്ടിരുന്നത്. ഇനിയും ഇതിലെ പഠന പ്രവർത്തനം എന്ന് പറയുന്നത് ആദ്യമായിട്ട് രംഗവേദിയാണ്. അതായത് കഥ വായിച്ചുവല്ലോ, കയ്പവള്ളി ഒരു കഥാപാത്രമാണ്. മറ്റു കഥാപാത്രങ്ങൾ ആരെല്ലാം, അല്ലേ? അതാരൊക്കെയാണെന്ന് നമുക്കറിയാം. ഇനിയും ഈ കഥ ക്ലാസ്സിൽ നാടകമായി അവതരിപ്പിക്കും. അപ്പോൾ ഒരു നാടകം അവതരിപ്പിക്കുമ്പോൾ നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത്? കഥാപാത്രങ്ങൾ വേണം, രംഗം വേണം, എത്ര രംഗങ്ങളാണ് വേണ്ടത് എന്നറിയണം, അതുപോലെ ഓരോ കഥാപാത്രങ്ങളുടെ വേഷങ്ങൾ അറിയണം. ഇതെല്ലാം കൂടെ ചേർന്ന് പിന്നെ സംഭാഷണം, സ്ക്രിപ്റ്റ് തയ്യാറാക്കണം. സംഭാഷണങ്ങളൊക്കെ നമുക്കറിയാം, സംഭാഷണങ്ങൾ മാത്രമാണ് തയ്യാറാക്കുന്നത്, നമുക്കത് എളുപ്പമാണ്. പക്ഷെ അത് കഥയ്ക്ക് അനുയോജ്യമായിട്ട്
രംഗപടത്തിന് അനുയോജ്യമായിട്ട് നമ്മളതിനെ ഒരു നാടകമാക്കി മാറ്റുക. ഇനി ആ നാടകത്തിൻ്റെ സംഭാഷണം അനുസരിച്ചിരിക്കുക നാടകത്തിൻ്റെ ശക്തി അല്ലേ. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് നമുക്കതിനെ ഒരു നാടകമാക്കി എങ്ങനെ മാറ്റാം എന്നുള്ളതാണ്. അപ്പോൾ ഓരോ സംഭവത്തെയോ അല്ല അച്ഛനും മകളും പറയുന്ന ഓരോന്നിനെയും ഓരോ എന്താക്കി മാറ്റണം, രംഗമാക്കി മാറ്റണം. രംഗം 1 പിന്നെ എന്താണ് വേദിയിൽ രംഗത്ത് ആരൊക്കെ, അച്ഛൻ, മകൾ, പിന്നെ കുറച്ച് മരങ്ങൾ പ്രതീകങ്ങളായിട്ട് നിർത്തണം. പിന്നെ അവിടെ നമുക്ക് ഇത് സജ്ജീകരണം മാത്രമല്ല, നമുക്ക് സംഭാഷണങ്ങളും വേണ്ടേ. അപ്പോൾ ആദ്യമേ ഞാനത് പറഞ്ഞിരുന്നു, ഒരു സംഭാഷണ രീതിയിൽ നിങ്ങൾ ആദ്യം എഴുതി തയ്യാറാക്കി. അപ്പോൾ അതിലേക്ക് നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. അപ്പോൾ എല്ലാവർക്കും നന്ദി. വീഡിയോ